ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് 8th സ്റ്റാൻഡേർഡിലെ ജിയോഗ്രഫിയുടെ പുസ്തകത്തിലെ 3ാം ചാപ്റ്ററായ മിനറൽ ആൻഡ് പവർ റിസോഴ്സസ് എന്ന പാഠത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. മിനറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് കാണാം. എ നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് കെമിക്കൽ കമ്പോസിഷൻ. പ്രകൃതിപരമായി തന്നെ നിശ്ചിത രാസഘടനകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന സബ്സ്റ്റൻസ് വസ്തുവാണ് മിനറൽ എന്ന് പറഞ്ഞാൽ. മിനറൽസ് ആർ നോട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ സ്പേസ്. അത് നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന വസ്തുവാണ്, സ്പേസിൽ ലഭ്യമല്ലാത്തതും. ദേ ആർ കോൺസെൻട്രേറ്റഡ് ഇൻ എ പാർട്ടിക്കുലർ ഏരിയ ഓഫ് എ റോക്ക് ഫോർമേഷൻ. ഭൂമിയിലുള്ള പാറ പോലത്തെ രൂപങ്ങളിൽ നമുക്ക് ഇതിനെ കണ്ടെത്താൻ കഴിയും. ചില മിനറലുകൾ അത് ചില സ്ഥലങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും പക്ഷേ അത് ഉൽപ്പാദിപ്പിക്കാനോ അത് നമുക്ക് ഉപയോഗപൂർണ്ണമായി കണ്ടെത്തുവാനോ ഉപയോഗപൂർണ്ണമായി എടുക്കുവാനോ കഴിയാത്ത രീതിയിലുമുണ്ട്. അതായത് ആർട്ടിക് ഓഷ്യൻ ബെഡ് പോലെ അല്ലെങ്കിൽ അന്റാർട്ടിക് പോലത്തെ സ്ഥലങ്ങളിലാണ് ഇത്തരം മിനറലുകൾ കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പ്രകൃതിയുടെ ഭൂമിയുടെ കാലാവസ്ഥക്കനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് മിനറലുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. അത് പ്രകൃതിയുടെ തന്നെ ഘടനകളിലൂടെ പ്രോസസ്സുകളിലൂടെയാണ് രൂപപ്പെടുന്നതും. മാത്രമല്ല മനുഷ്യർക്ക് അതിൽ കൈകടത്തുവാനോ അതിൽ ഇടപെടുവാനോ ഒരു സാഹചര്യവുമില്ല. കാരണം മിനറലുകൾ രൂപപ്പെടുന്നത് പ്രകൃതിയുടേതു തന്നേതായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ ചില രൂപങ്ങളുണ്ട്, ചില വഴികളുണ്ട്. They can be identified on the basis of their physical properties. അതിൻ്റെ രൂപഘടന അനുസരിച്ച്, അതായത് കളർ, ഡെൻസിറ്റി സാന്ദ്രത, ഹാർഡ്നെസ് അതിൻ്റെ മാർദ്ദവം, അതിൻ്റെ തടി അല്ലെങ്കിൽ അതുപോലത്തെ ഉറപ്പ്, ഇതുപോലത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് കെമിക്കൽ പ്രോപ്പർട്ടി, രാസഘടനകളും. ഇതുപോലെ എന്ന് പറഞ്ഞാൽ സൊലുബിലിറ്റി, അത് അലിയുന്നുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇന്ന മിനറൽ ഇന്ന രീതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഇന്ന വർഗത്തിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി അടുത്ത സൈഡ് ഡി, ടൈപ്സ് ഓഫ് മിനറൽസ്. മിനറൽസിൻ്റെ ടൈപ്പുകൾ. ദർ ആർ ഓവർ 3000 ഡിഫറെൻറ്റ് മിനറൽസ്. 3000ഓളം വ്യത്യസ്തമായ മിനറലുകൾ ലോകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ രൂപഘടനകൾ അല്ലെങ്കിൽ അതിൻ്റെ കൂടിച്ചേരലുകൾ അതടിസ്ഥാനമാക്കിയിട്ട് മിനറൽസിനെ 2 രീതിയിൽ തരംതിരിക്കാം. ഒന്ന് മെറ്റാലിക് മിനറൽസ്, 2 നോൺ മെറ്റാലിക് മിനറൽസ്. നിങ്ങൾക്ക് കാണാം ഈ പട്ടികയിൽ, ഈ ടേബിളിൽ മിനറൽ 2 രീതിയിലാണ്, ഒന്ന് മെറ്റാലിക്കും ഒന്ന് നോൺ മെറ്റാലിക്കും. ഈ മെറ്റാലിക് തന്നെ 2 ഘടനകളായിട്ട് വേറെയുമുണ്ട്, ഫെറസ് ആൻഡ് നോൺ ഫെറസ്. മെറ്റാലിക് എന്ന് പറഞ്ഞാൽ മിനറൽസ് കണ്ടെയ്ൻ മെറ്റൽ ഇൻ റോ ഫോം. ഈ മിനറൽ കുഴിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ടെത്തുമ്പോൾ അതിൻ്റെ തനതായ രൂപത്തിൽ മെറ്റൽ ഉണ്ടെങ്കിൽ അതിനെ മെറ്റാലിക് എന്ന് പറയും. ലോഹങ്ങളുണ്ടെങ്കിൽ അതിനെ മെറ്റാലിക് എന്ന് പറയും. ഈ ലോഹം എന്ന് പറഞ്ഞാൽ അതോ നല്ല ഹാർഡായിട്ടുള്ള വസ്തുവാണ്. മാത്രമല്ല ദാറ്റ് കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, അത് ചൂടിനെയും ഇലക്ട്രിസിറ്റിയെയും വഹിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യും. ആൻഡ് ഹാവ് എ ക്യാരക്ടറിസ്റ്റിക് ലെസ്റ്റർ ഓർ ഷൈൻ, തിളക്കവും വെളിച്ചവും പ്രകാശമൊക്കെ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് ഈ ലോഹം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു സ്റ്റീല് അല്ലെങ്കിൽ ഇരുമ്പൊക്കെ എടുത്താൽ അതിൽ വെളിച്ചം തട്ടുമ്പോൾ ഒരു പ്രകാശം ഉണ്ടാവും. മാത്രമല്ല അത് നല്ല ഉറപ്പുള്ളതും നല്ല കട്ടിയുള്ളതുമായ വസ്തുവായിരിക്കും. അതുകൊണ്ടാണ് അതിനെ മെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വഭാവമുള്ള മെറ്റലുകൾ അടങ്ങിയിട്ടുള്ള മിനറൽസിനെയാണ് മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സൈഡിൽ ഒരു കോളം കാണാം, ഡു യു നോ എ റോക്ക് ഈസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് 1 or more മിനറൽസ് ബട്ട് വിത്തൗട്ട് ഡെഫിനിറ്റ് കമ്പോസിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഓഫ് മിനറൽ. റോക്ക് എന്ന് പറഞ്ഞാൽ, പാറ എന്ന് പറഞ്ഞാൽ ഒന്നിലധികമോ മിനറൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വസ്തുവാണ്. ഇനി ഈ മിനറലുകൾ കുഴിച്ചെടുക്കുന്ന അല്ലെങ്കിൽ മിനറലുകൾ മൈൻ ചെയ്ത് ഖനനം ചെയ്തെടുക്കുന്ന പാറകൾക്ക് പറയുന്ന പേരാണ് ഓറസ്. ആൾത്തോ മോർ ദാൻ 2800 ടൈപ്സ് ഓഫ് മിനറൽസ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ്. ലോകത്ത് 2800-ലേറെ മിനറലുകൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഓൺലി അബൌട്ട് 100 ആർ കൺസിഡേർഡ് ഓർ മിനറൽസ്. പക്ഷേ അതിൽ 100ഓളം മാത്രമേ ഓർ മിനറൽസ് ആയിട്ട്, ഈ റോക്കിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന മിനറൽസ് ആയിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഓർ എന്താണെന്നും നമ്മൾ പഠിച്ചു. അയേൺ ഓർ ബോക്സൈറ്റ്, മാഗ്നീഷ് ഓർ ആർ സം എക്സാമ്പിൾസ്. അയേൺ ഓർ അതായത് ഇരുമ്പിൽ നിന്ന് പാറയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതായിട്ടുള്ള അയേൺ, ബോക്സൈറ്റും
നമ്മുടെ സ്റ്റീലൊക്കെ കുഴിച്ചെടുക്കുന്ന ഒരു മിനറലാണ് ബോക്സൈറ്റ്. മാഗ്നീഷ്യം പറഞ്ഞാൽ മാഗ്നൈറ്റ് ഒക്കെ കുഴിച്ചെടുക്കുന്നതാണ് മാഗ്നീസ് ഓർ. അപ്പോൾ ഈ ഓറുകൾ ഇതൊക്കെ എന്താണ്, മെറ്റാലിക് മിനറൽസിൻ്റെ ഉദാഹരണങ്ങളാണ്. നമുക്കറിയാലോ അയൺ മെറ്റാലിക് മിനറലാണ് അല്ലേ, സ്റ്റീലൊക്കെ മെറ്റാലിക് മിനറൽസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇതിൻ്റെയൊക്കെ ഓറുകൾ മെറ്റാലിക് മിനറൽസിൽ പെട്ടതാണ്. മെറ്റാലിക് മിനറൽസ് മേ ബി ഫെറസ് ഓർ നോൺ ഫെറസ്. ഇനി ഈ മെറ്റാലിക് മിനറൽസ് തന്നെ ഒന്നുകിൽ ഫെറസ് ആയിരിക്കും അല്ലെങ്കിൽ നോൺ ഫെറസ് ആയിരിക്കും. അപ്പോൾ ഫെറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെറസ് മിനറൽസ് ലൈക്ക് അയൺ ഓർ, മാഗ്നീഷ് ആൻഡ് ക്രോമൈറ്റ് കണ്ടെയ്ൻ ഓർ. ഇനി ഫെറസ് മിനറൽസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇരുമ്പ് പോലത്തെ മാഗ്നീഷ്യം, ക്രോമൈറ്റ് ഈ വസ്തുക്കൾ ഇതടങ്ങിയിട്ടുള്ള മിനറൽസിനെയാണ് ഫെറസ് മിനറൽസ് എന്ന് പറയുക. അത് മെറ്റാലിക് ആയിരിക്കും, മാത്രമല്ല ഇരുമ്പ് അടങ്ങിയത് കൊണ്ട് തന്നെ അതിനെ ഫെറസ് മിനറൽസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇനി നോൺ ഫെറസ് മിനറൽസ് എന്ന് പറഞ്ഞാൽ ദേ ഡസ് നോട്ട് കണ്ടെയ്ൻ അയൺ ബട്ട് മേ കണ്ടെയ്ൻ സം അതർ മെറ്റൽ. അത് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ടാവില്ല, പക്ഷേ മറ്റു മെറ്റലുകൾ അടങ്ങിയതായിരിക്കും. ഉദാഹരണത്തിന് ഗോൾഡ്, സ്വർണ്ണത്തിൽ ഇരുമ്പില്ല, പക്ഷേ വേറെ മെറ്റലാണ് അതിലുള്ളത്. സിൽവറിലും ഇരുമ്പില്ല, പക്ഷെ അത് വേറെ മെറ്റലാണ്. കോപ്പർ, അതുപോലെ തന്നെ ലെഡ്, ഇതൊക്കെ ലോഹങ്ങൾ അടങ്ങിയിട്ടുള്ള മിനറൽസാണ്. പക്ഷേ ഈ ലോഹങ്ങളൊന്നും എന്തല്ല, ഇരുമ്പ് ഉള്ള ലോഹങ്ങളല്ല. അതുകൊണ്ട് ഇതിനെയൊക്കെ നോൺ ഫെറസ് മെറ്റൽ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇനി അടുത്തത് നോൺ മെറ്റാലിക് മിനറൽസ് എങ്ങനെയാണ് ഉണ്ടാവുക, അതിൻ്റെ പ്രത്യേകത എന്താണ്? മെറ്റാലിക് എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് മെറ്റാലിക് മിനറൽസ്. ഇനി ലോഹങ്ങളില്ലാത്ത മിനറൽസ് എന്ന് പറയുമ്പോൾ ദേ ഡു നോട്ട് കണ്ടെയ്ൻ മെറ്റൽസ്, അതിലെന്തില്ല, ലോഹങ്ങൾ അടങ്ങിയിട്ടില്ല. ലൈംസ്റ്റോൺസ്, മൈക്ക ആൻഡ് ജിപ്സം. ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞ വസ്തു, അതുപോലെ തന്നെ മൈക്ക, ജിപ്സം, ഇതൊക്കെ എന്താണ്, ഇതിനുള്ള നോൺ മെറ്റാലിക് മിനറൽസിൻ്റെ ഉദാഹരണങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ എന്തില്ല, ലോഹങ്ങൾ അടങ്ങിയിട്ടില്ല. ദ മിനറൽ ഫ്യൂവൽസ് ലൈക്ക് കോൾ ആൻഡ് പെട്രോളിയം ആർ ആൾസോ നോൺ മെറ്റാലിക് മിനറൽസ്. കോള്, പെട്രോളിയം പോലത്തെ മിനറലായിട്ടുള്ള ഇന്ധനങ്ങൾ, കുഴിച്ചെടുക്കുന്ന ഇന്ധനങ്ങൾ, അതും എന്താണ്, നോൺ മെറ്റാലിക് മിനറൽസ് പെട്ടതാണ്. കാരണം അതെന്തില്ല, അതിൽ ലോഹങ്ങൾ അടങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നോൺ മെറ്റാലിക് ആണ്. എങ്ങനെയാണ് മിനറലുകൾ പുറത്തെടുക്കുന്നത്, അത് ഉപയോഗരൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മിനറൽസ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ബൈ മൈനിങ്, ഡ്രില്ലിംഗ് ഓർ കോറിങ്. മിനറലുകൾ 3 രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പുറത്തെടുക്കുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അതിനെ വേർതിരിച്ച് മാറ്റാൻ കഴിയുന്നത്. ഒന്ന് മൈനിങ്, നമ്മളൊക്കെ അറിഞ്ഞിരിക്കും, ഖനനം നടത്തുക, ഭൂമിയിൽ കുഴിച്ച് വിശാലമായ രീതിയിൽ കുഴിച്ച് ഖനനം നടത്തുക. മറ്റൊന്നാണ് ഡ്രില്ലിംഗ്. ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ പെട്രോളിയമൊക്കെ കുഴിച്ചെടുക്കുന്ന രീതിയിലുള്ളതിനാണ് ഡ്രില്ലിംഗ് എന്ന് പറയുക. മറ്റൊന്ന് കോറിങ്, പാറകളൊക്കെ പൊട്ടിച്ച് നമ്മളൊക്കെ പറയുന്ന കോറി അല്ലേ, ആ രീതിയിൽ ചെയ്യുന്നതിനാണ് കോറിങ് എന്ന് പറയുക. നിങ്ങൾക്ക് ഈ ടേബിളിൽ കാണാം എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസ് കുഴിച്ചെടുക്കുന്ന അതല്ലെങ്കിൽ വേർതിരിക്കുന്ന 3 രീതികൾ. മൈനിങ് തന്നെ ഓപ്പൺ കാസ്റ്റ് മൈനിങ് ഉണ്ട്, ഷാഫ്റ്റ് മൈനിങ് ഉണ്ട്. അടുത്തത് ഡ്രില്ലിംഗ്, പിന്നെ ഒന്ന് കോറിങ്. നിങ്ങൾക്ക് ഇവിടെ സൈഡിലൊരു പിക്ചർ കാണാം, അത് ഓഫ് ഷോർ ഡ്രില്ലിംഗ് ഓഫ് ഓയിലാണ്. അതായത് കടലിൽ എങ്ങനെ പെട്രോളിയം, ഓയിൽ കുഴിച്ചെടുക്കാമെന്ന് ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോ ആണ്. ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഔട്ട് മിനറൽസ് ഫ്രം റോക്സ് ബuried അണ്ടർ ദി എർത്ത് സർഫേസ് കോൾഡ് മൈനിങ്. ഭൂമിക്കടിയിൽ കുഴിച്ചിടപ്പെട്ടിട്ടുള്ള റോക്സ്, കല്ലുകൾ, പാറക്കൂട്ടങ്ങളെ അതിൽ നിന്ന് മിനറൽസിനെ കുഴിച്ചെടുക്കുന്ന പ്രോസസ്സിനെ അതിനാണ്, ആ രീതിക്കാണ് എന്ത് പറയുന്നത്, മൈനിങ് എന്ന് പറയുക. മൈനിങ് തന്നെ 2 രൂപത്തിലുണ്ട്, ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങും ഷാഫ്റ്റ് മൈനിങ്ങും. ഓപ്പൺ കാസ്റ്റ് മൈനിങ് എന്ന് പറഞ്ഞാൽ മിനറൽസ് ദാറ്റ് ലേ അറ്റ് ഷാലോ ഡെപ്ത് ആർ ടേക്കൺ ഔട്ട് ബൈ റിമൂവിങ് ദി സർഫേസ് ലെയർ. ദിസ് ഈസ് നോൺ ആസ് ഓപ്പൺ കാസ്റ്റ് മൈനിങ്. വലിയ ആകൃതിയിലുള്ള കുഴികൾ കുഴിച്ചിട്ട്, വിശാലമായ കുഴികൾ കുഴിച്ചിട്ട് അതിൽ നിന്ന് മിനറൽസിനെ കുഴിച്ചെടുക്കുന്നതിന്, ഈ ഓപ്പണായി കിടക്കുന്നതിനാണ് ഓപ്പൺ കാസ്റ്റ് മൈനിങ് എന്ന് പറയുക. ഇനി ഡീപ്പ് ബോറസ്, നല്ല ആഴമുള്ള കുഴികളൊക്കെ കുഴിച്ച് മാളങ്ങളൊക്കെ സൃഷ്ടിച്ച് അതിലൂടെയൊക്കെ പോയിട്ട് കുഴിച്ചെടുക്കുന്ന മിനറൽസ് കുഴിച്ചെടുക്കുന്നതിനാണ് എന്ത് പറയുക, ഷാഫ്റ്റ് മൈനിങ് എന്ന് പറയുക. ഇറ്റ് ഹാവ് ടു ബി മെയ്ഡ് ടു റീച്ച് മിനറൽസ് ഡിപ്പോസിറ്റ്സ് ദാറ്റ് ലേ അറ്റ് ഗ്രേറ്റ് ഡെപ്ത്. വളരെ ആഴങ്ങളിൽ കിടക്കുന്ന മിനറൽസിൽ എത്താൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മാളങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എന്തിന്, ഷാഫ്റ്റ് മൈനിങ് ആണെങ്കിൽ. അപ്പോൾ ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങും ഷാഫ്റ്റ് മൈനിങ്ങും നമ്മൾ മനസ്സിലാക്കി. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഒക്വർ ഫാർ ബിലോ ദി എർത്ത് സർഫേസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് വളരെ ദൂരത്തായിരിക്കും, ആഴത്തിലായിരിക്കും പെട്രോളിയം അതുപോലെ തന്നെ പ്രകൃതിവാതകമൊക്കെ കിടക്കുന്നുണ്ടാവുക. ഡീപ്പ് വെൽസ് ആർ ബോർഡ് ടു ടേക്ക് ദം ഔട്ട്. വളരെ ആഴത്തിലുള്ള
കിണറുകൾ കുഴിച്ചാണ് ഇത് ഭൂമിയിൽ നിന്ന് പുറത്തെടുക്കുന്നത്. ഈ കിണറുകൾ കുഴിച്ച് പുറത്തെടുക്കുന്നതിനാണ് ദിസ് ഈസ് കോൾഡ് ഡ്രില്ലിംഗ്. ഇതിനെയാണ് ഡ്രില്ലിംഗ് എന്ന് പറയുക. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. എണ്ണക്കിണറുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് പെട്രോളിയം പോലത്തെ എണ്ണകൾ കുഴിച്ചെടുക്കുന്നതിനാണ് എണ്ണക്കിണർ എന്നൊക്കെ പറയുന്നത്. അത് കിണർ രൂപത്തിൽ ഡ്രില്ല് ചെയ്തിട്ടാണ് ആ കുഴി ഉണ്ടാക്കി ഈ മിനറൽസുകളെ പുറത്തെടുക്കുന്നത്. ഓക്കെ. മിനറൽസ് ദാറ്റ് ലേ നിയർ ദി സർഫേസ് ആർ സിംപ്ലി ഡഗ് ഔട്ട് ബൈ ദി പ്രോസസ് നോൺ ആസ് ക്വാറിയിങ്. ഭൂമിയുടെ ഉപരിതലത്തിനോട് അടുത്ത് തന്നെ കിടക്കുന്ന മിനറൽസുകളെ കുഴിച്ചെടുക്കുന്നതിന് എന്ത് പറയും? ക്വാറിയിങ് എന്ന് പറയും. നമ്മുടെ പാറകളൊക്കെ കുഴിച്ചെടുക്കുന്നത് പോലെ. അത് എവിടെയാണോ പാറ ഉള്ളത് ആ പാറകൾ അവിടെ സർഫേസിൽ തന്നെ കുഴിച്ചെടുക്കുകയാണ്. വലിയ കുഴികളൊന്നും ഉപയോഗിക്കാതെയാണ് അത് കുഴിച്ചെടുക്കുന്നത്. കാരണം അത് ഭൂമിയുടെ ഉപരിതലത്തിനോട് അടുത്തിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഈ മാർബിളുകൾ, മറ്റു ടൈൽസുകൾ, അതൊക്കെ മുറിച്ചെടുക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെയുള്ള പാറകളിലാണ്. അപ്പോൾ അതിനെ എന്ത് പറയും? ക്വാറിയിങ് എന്നാണ് ഈ ഖനനത്തിന് പറയുന്ന പേര്. ഓക്കെ. അപ്പോൾ നമ്മൾ മിനറൽസും അത് പുറത്തെടുക്കുന്ന രീതിയും പഠിച്ചു. ഇനി അടുത്ത സൈഡ് ഹെഡിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മിനറൽസ്. മിനറൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അത് എവിടെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് കാണപ്പെടുന്നത്, അതാണ് നമ്മളിന് പഠിക്കാൻ പോകുന്നത്. മിനറൽസ് ഒക്കൂർ ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ്. അത് വ്യത്യസ്തമായ പാറകളിലാണ് മിനറൽസ് ഉണ്ടാവാറുള്ളത്. സം ആർ ഫൗണ്ട് ഇൻ ഇഗ്നിയസ് റോക്സ്, സം ഇൻ മെറ്റാമോർഫിക് റോക്സ്, വൈൽ അതർ ഒക്കൂർ ഇൻ സെഡിമെൻ്ററി റോക്ക്. അപ്പോൾ മിനറൽസ് കാണപ്പെടുന്ന 3 രീതിയിലുള്ള പാറക്കൂട്ടങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് ഇഗ്നസ് റോക്ക്, മറ്റൊന്ന് മെറ്റാമോർഫിക് റോക്ക്, മറ്റൊന്ന് സെഡിമെൻ്ററി റോക്ക്. ജനറലി മെറ്റാലിക് മിനറൽസ് ആർ ഫൗണ്ട് ഇൻ ഇഗ്നസ് ആൻഡ് മെറ്റാമോർഫിക് റോക്ക് ഫോർമേഷൻ ദാറ്റ് ഫ്രം ലാർജ് പ്ലാറ്റ്യൂസ്. അതായത് മെറ്റൽ അടങ്ങിയിട്ടുള്ള മിനറൽസ് പൊതുവെ ധാരാളമായി കാണപ്പെടുന്നത് ഇഗ്നസ് ആൻഡ് മെറ്റാമോർഫിക് റോക്ക് കൂട്ടങ്ങളിലാണ്, പാറക്കൂട്ടങ്ങളിലാണ്. മാത്രമല്ല അത് പ്ലാറ്റുകളിലാണ് അധികമായിട്ട് കാണപ്പെടുന്നത്. അയേൺ ഓർ ഇൻ നോർത്ത് സ്വീഡൻ, ഉത്തര സ്വീഡനിലെ അയേൺ ഓർ. കോപ്പർ ആൻഡ് നിക്കൽ ഡെപ്പോസിറ്റ് ഇൻ ഒൻറ്റാറിയോയിലുള്ള കോപ്പർ ആൻഡ് നിക്കൽ ഡെപ്പോസിറ്റുകൾ. കാനഡയിൽ അയേൺ, നിക്കൽ, ക്രോമൈറ്റ് ആൻഡ് പ്ലാറ്റിനം ഇൻ സൗത്ത് ആഫ്രിക്കയിലുള്ള കാണപ്പെടുന്ന മിനറൽസുകളാണ് അയേൺ, നിക്കൽ, ക്രോമൈറ്റ്സ് എന്നിവയൊക്കെ. ഇത്തരത്തിലുള്ള മിനറൽസുകൾ അതൊക്കെ ഈ സ്വീഡനിലെയും കാനഡയിലെയും നോർത്ത് ആഫ്രിക്കയിലുമൊക്കെ ഇത്തരം മിനറൽസ് അടങ്ങിയിട്ടുള്ള റോക്കുകൾ കാണപ്പെടാറുണ്ട്. സെഡിമെൻ്ററി റോക്ക് ഫോർമേഷൻസ് ഓഫ് പ്ലെയിൻസ് ആൻഡ് യങ് ഫോൾഡ് മൗണ്ടെയ്ൻസ് കൗണ്ടെയ്ൻ നോൺ മെറ്റാലിക് മിനറൽസ് ലൈക്ക് ലൈംസ്റ്റോൺ. സെഡിമെൻ്ററി പാറക്കൂട്ടങ്ങൾ, അതുപോലെ തന്നെ സമതല പ്രദേശങ്ങളിലുള്ള പാറക്കൂട്ടങ്ങൾ, അല്ലെങ്കിൽ ചെറിയ കുന്നുചെരിവുകളിലുള്ള പാറക്കൂട്ടങ്ങൾ, അവിടെയൊക്കെ കാണപ്പെടുന്നതാണ് നോൺ മെറ്റാലിക് മിനറൽസുകൾ. എത്ര എന്ന് പറഞ്ഞാൽ ലൈംസ്റ്റോൺ പോലത്തെ, ചുണ്ണാമ്പ് കല്ല് പോലത്തെ മിനറൽസുകളാണ് ഇത്തരം സ്ഥലങ്ങളിലുള്ള സെഡിമെൻ്ററി റോക്കുകളിൽ കാണാൻ കഴിയുന്നത്. ലൈംസ്റ്റോൺ ഡെപ്പോസിറ്റ്സ് ഓഫ് കോക്കസസ് റീജിയൺ ഓഫ് ഫ്രാൻസിലുള്ള കോക്കസ് റീജിയണിലാണ് അധികമായിട്ട് ലൈംസ്റ്റോൺ കാണപ്പെടുന്നത്. മാഗ്നീസ് ഡിപ്പോസിറ്റ് ഓഫ് ജോർജിയ ആൻഡ് യുക്രൈനിലെയും ജോർജിയയിലെയും മാഗ്നീസ് ഡെപ്പോസിറ്റുകളും കാണപ്പെടുന്നുണ്ട്. ഫോസ്ഫേറ്റ് ബെഡ്സ് ഓഫ് അൾജീരിയ, അതുപോലെ തന്നെയാണ് അൾജീരിയയിലുള്ള ഫോസ്ഫേറ്റ് ബെഡ്സ്. ഇതൊക്കെ സെഡിമെൻ്ററി റോക്കുകളാണ്. ഇവിടെയാണ് ഈ ഇത്തരത്തിലുള്ള നോൺ മെറ്റാലിക് ആയിട്ടുള്ള മിനറൽസ് അധികമായി കാണപ്പെടുന്നത്. ഇതതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ്. മിനറൽ ഫ്യൂൽസ് സച്ച് ആസ് കോൾ ആൻഡ് പെട്രോളിയം ആർ ആൾസോ ഫൗണ്ട് ഇൻ സെഡിമെൻ്ററി സ്ട്രാറ്റ. ഇന്ധനങ്ങൾ, കോള്, പെട്രോളിയം പോലത്തെ ഇന്ധനങ്ങൾ കാണപ്പെടുന്നത് ഇത്തരത്തിലുള്ള സെഡിമെൻ്ററി റോക്കുകളിലാണ്, സെഡിമെൻ്ററി പാറക്കൂട്ടങ്ങളിലാണ്. അതായത് അത്ര ഉറപ്പില്ലാത്ത പാറക്കൂട്ടങ്ങളാണ് സെഡിമെൻ്ററി റോക്കുകളായിട്ട് പറയപ്പെടുന്നത്. നമുക്ക് ഈ മാപ്പ് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അയേണിന് കൊടുത്തിരിക്കുന്ന ചിഹ്നം, കോപ്പറിന് കൊടുത്തിരിക്കുന്ന ചിഹ്നം, ബോക്സൈറ്റിന് കൊടുത്തിരിക്കുന്ന ചിഹ്നം. ഈ ചിഹ്നങ്ങളനുസരിച്ച് ഈ രാജ്യങ്ങളിൽ, ഈ പ്രദേശങ്ങളിൽ ഇത്തരം വസ്തുക്കളാണ് അധികമായിട്ട് കാണപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് അയേൺ എടുത്തു നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിൽ അയേൺ കാണപ്പെടുന്നത് ഉത്തരാഫ്രിക്കയിലാണ്. എന്നാൽ കോപ്പർ കാണപ്പെടുന്നത് മധ്യാഫ്രിക്കയിലും തെക്കൻ ആഫ്രിക്കയിലുമൊക്കെയാണ്. നമ്മുടെ ഇന്ത്യയുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഇന്ത്യയെ കാണിക്കുന്നത് ബോക്സൈറ്റും അതുപോലെ തന്നെ അയേണുമാണ് കാണപ്പെടുന്നത്, ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ പരിസരത്തായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ഏഷ്യയിലെ മിനറൽസുകളെ കുറിച്ച് പറയാം. ചൈന ആൻഡ് ഇന്ത്യ ഹാവ് ലാർജ് അയൺ ഓർ ഡെപ്പോസിറ്റ്. ചൈനയിലും ഇന്ത്യയിലുമാണ് ധാരാളമായിട്ട് ഈ അയൺ ഓർ കാണപ്പെടുന്നത്, ഇരുമ്പ് അടങ്ങിയിട്ടുള്ള മിനറൽസുകളായിട്ട് അതിൻ്റെ ഡെപ്പോസിറ്റുകൾ കാണപ്പെടുന്നത്. ദ കോണ്ടിനെൻറ്റ് പ്രൊഡ്യൂസസ് മോർ ദാൻ ഹാഫ് ഓഫ് ദി വേൾഡ്സ് ടിൻ. ലോകത്ത് ഉപയോഗിക്കുന്ന ടിന്നിൻ്റെ
മൊത്തം ടിന്നിൻ്റെ പകുതിയും ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നാണ്. മാത്രമല്ല ചൈന, മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ ആർ എമംഗ് ദി വേൾഡ്സ് ലീഡിംഗ് ടിൻ പ്രൊഡ്യൂസേഴ്സ്. ചൈനയും മലേഷ്യയും ഇന്തോനേഷ്യയുമാണ് ലോകത്തെ ഏറ്റവും ധാരാളമായിട്ട് ടിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങൾ. ചൈന ആൾസോ ലീഡ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ലെഡ്. ലെഡ് പ്രൊഡക്റ്റ് ചെയ്യുന്നതിൽ, ഉൽപ്പാദിപ്പിക്കുന്നതിൽ ചൈന മുൻപന്തിയിലാണ്. ആൻറ്റിമണി ആൻഡ് ടങ്സ്റ്റൺ, ലെഡ്, ആൻറ്റിമണി ആൻഡ് ടങ്സ്റ്റൺ അതൊക്കെ ഉൽപ്പാദിക്കുന്നതിൽ ചൈനയാണ് വളരെ മുന്നിലുള്ളത്. ഏഷ്യ ആൾസോ ഹാസ് ഡിപ്പോസിറ്റ് ഓഫ് മാഗ്നീസ്, ബോക്സൈറ്റ്, നിക്കൽ, സിങ്ക് ആൻഡ് കോപ്പർ. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ലെഡിനെയും ടിന്നിനെയും പോലെ തന്നെ മാഗ്നീഷ്യവും ബോക്സൈറ്റും നിക്കലും സിങ്കും കോപ്പറുമൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തതായി നമുക്ക് യൂറോപ്പിലേക്ക് വരാം. യൂറോപ്പ് ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് അയൺ ഓർ ഇൻ ദ വേൾഡ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അയൺ ഓർ ഉൽപ്പാദിപ്പിക്കുന്നത് യൂറോപ്പിലാണ്. ദ കൺട്രീസ് വിത്ത് ലാർജ് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ ഓർ ആർ റഷ്യ, ഉക്രൈൻ, സ്വീഡൻ ആൻഡ് ഫ്രാൻസ്. റഷ്യ, ഉക്രൈൻ, സ്വീഡൻ ആൻഡ് ഫ്രാൻസ് ഈ രാജ്യങ്ങളിലാണ് ധാരാളമായിട്ട് ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത്. മിനറൽ ഡെപ്പോസിറ്റ്സ് ഓഫ് കോപ്പർ, ലെഡ്, സിങ്ക്, മാഗ്നീസ് ആൻഡ് നിക്കൽ ആർ ഫൗണ്ട് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ് ആൻഡ് യൂറോപ്യൻ റഷ്യ. കോപ്പർ, ലെഡ്, സിങ്ക്, മാഗ്നീസ് ആൻഡ് നിക്കൽ പോലത്തെ മിനറൽസുകൾ ധാരാളമായിട്ട് കാണപ്പെടുന്നത് ഈസ്റ്റേൺ യൂറോപ്പിലും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ ഭാഗമായിട്ടുള്ള റഷ്യയിലുമൊക്കെയാണ്. മറ്റൊരു കാര്യം, ആ ചുവന്ന കള്ളിയുള്ള ബോക്സിൽ കാണാം, സ്വിറ്റ്സർലാൻഡ് ഹാസ് നോ നോൺ മിനറൽസ് ഡെപ്പോസിറ്റ് ഇൻ ഇറ്റ്. സ്വിറ്റ്സർലാൻഡിൽ ഇതുവരെ ഒരു മിനറൽസും ഉള്ളതായിട്ട് കണ്ടെത്തപ്പെട്ടിട്ടില്ല. നമുക്ക് നോർത്ത് അമേരിക്കയിലേക്ക് വരുമ്പോൾ, ദ മിനറൽ ഡെപ്പോസിറ്റ്സ് ഇൻ നോർത്ത് അമേരിക്ക ആർ ലൊക്കേറ്റഡ് ഇൻ 3 zones. നോർത്ത് അമേരിക്കയുടെ മിനറൽ ധാതു ഡെപ്പോസിറ്റ് 3 മേഖലകളിലാണ് ഉള്ളത്. ഇതിലെ ഒന്നാമത്തതാണ് കനേഡിയൻ റീജിയൻ, നോർത്ത് ഓഫ് ദി ഗ്രേറ്റ് ലേക്സ്. ഗ്രേറ്റ് ലേക്സിൻ്റെ നോർത്തായിട്ടുള്ള കനേഡിയൻ റീജിയനാണ് അതിലെ ഒന്നാമത്തെ സോണ്. ദ അപ്പാലച്ചിൻ റീജിയൻ ആൻഡ് അത് രണ്ടാമത്തെ സോൺ. ആൻഡ് ദി മൗണ്ടൻ റേഞ്ച് ഓഫ് ദി വെസ്റ്റ്, വെസ്റ്റിലുള്ള മൗണ്ടൻ റെസ്റ്റാണ് മൂന്നാമത്തെ സോണ്. അയൺ ഓർ നിക്കൽ, ഗോൾഡ്, യുറേനിയം ആൻഡ് കോപ്പർ ആർ മൈൻഡ് ഇൻ ദി കനേഡിയൻ ഷീൽഡ് റീജിയൻ. ഇരുമ്പ്, നിക്കൽ, ഗോൾഡ്, യുറേനിയം പോലത്തെ, കോപ്പർ പോലത്തതും കുഴിച്ചെടുക്കുന്നത് കനേഡിയൻ ഷീൽഡ് റീജിയനിലാണ്. കോൾ ഇൻ ദി അപ്പാലച്ചിൻ റീജിയൻ, കോൾ കുഴിച്ചെടുക്കുന്നത് ധാരാളമായിട്ട് അപ്പാലച്ചിൻ റീജിയനിൽ നിന്നും. വെസ്റ്റേൺ കോഡിലേഴ്സ് ഹാവ് വാസ്റ്റ് ഡെപ്പോസിറ്റ്സ് ഓഫ് കോപ്പർ, ലെഡ്, സിങ്ക്, ഗോൾഡ് ആൻഡ് സിൽവർ. കോപ്പർ, ലെഡ്, സിങ്ക്, ഗോൾഡ് ആൻഡ് സിൽവർ അതുപോലത്തെയുള്ള വസ്തുക്കളുടെ ധാരാളമായിട്ടുള്ള ഡെപ്പോസിഷൻ കണ്ടെത്തിയിട്ടുള്ളത് വെസ്റ്റേൺ കോഡിലേഴ്സിലുമാണ്. ഈ മാപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കോള് അതുപോലെ തന്നെ മിനറൽ ഓയിൽ അത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ രാജ്യങ്ങളിൽ ആണ്, ഏതൊക്കെ ഭൂഖണ്ഡങ്ങളിലാണ് കാണിക്കപ്പെടുന്നതെന്ന് ഈ ടേബിളിൽ, ഈ മാപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്തത് ബ്രസീൽ. ബ്രസീൽ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഹൈ ഗ്രേഡ് അയൺ ഓർ ഇൻ ദി വേൾഡ്. ലോകത്തെ ഏറ്റവും നല്ല ഹൈ ഗ്രേഡുള്ള ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലാണ്. ചിലി ആൻഡ് പെറു ആർ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് കോപ്പർ. ചിലിയും പെറുവുമൊക്കെ കോപ്പർ ഉൽപ്പാദിപ്പിക്കുന്നതിന് വളരെ മുമ്പിലാണ്. ബ്രസീൽ ആൻഡ് ബൊളീവിയ ആർ എമംഗ് ദി വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ദി ടിൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ ടിൻ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ബ്രസീലും അതുപോലെ തന്നെ ബൊളീവിയുമാണ്. സൗത്ത് അമേരിക്ക ആൾസോ ഹാസ് ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് ഗോൾഡ്, സിൽവർ, സിങ്ക്, ക്രോമിയം, മാഗ്നീസ്, ബോക്സൈറ്റ്, മൈക്ക, പ്ലാറ്റിനം, ആസ്ബെസ്റ്റോസ് ആൻഡ് ഡയമണ്ട്. ഇത്തരം വസ്തുക്കൾ ഗോൾഡ്, സിൽവർ, സിങ്ക്, ക്രോമിയം, മാഗ്നീസ്, ബോക്സൈറ്റ്, മൈക്ക, പ്ലാറ്റിനം, ആസ്ബെസ്റ്റോസ് ആൻഡ് ഡയമണ്ട് ഇതൊക്കെ ധാരാളമായിട്ട് സൗത്ത് അമേരിക്കയിലും കാണപ്പെടുന്നുണ്ട്. മിനറൽ ഓയിൽ ഈസ് ഫൗണ്ട് ഇൻ വെനസ്വേല, അർജന്റീന, ചിലി, പെറു ആൻഡ് കൊളംബിയ. ചിലി, പെറു, കൊളംബിയ, വെനസ്വേല, അർജന്റീന എന്ന സ്ഥലങ്ങളിൽ മിനറൽ ഓയിലും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അടുത്തതായി ആഫ്രിക്ക. ആഫ്രിക്ക ഈസ് റിച്ച് ഇൻ മിനറൽ റിസോഴ്സസ്. ആഫ്രിക്കയിൽ വളരെ ധാരാളം മിനറൽസ് കാണപ്പെട്ടിട്ടുണ്ട്. ഇറ്റ്സ് വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഡയമണ്ട്, ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡയമണ്ടും ഗോൾഡും പ്ലാറ്റിനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ ആൻഡ് സൈറ പ്രൊഡ്യൂസ് എ ലാർജ് പോർഷൻ ഓഫ് ദി വേൾഡ്സ് ഗോൾഡ്. ലോകത്തിൻ്റെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിക്കുന്നത് ഈ രാജ്യങ്ങളാണ്. ദ അതർ മിനറൽസ് ഫൗണ്ട് ഇൻ ആഫ്രിക്ക ആർ കോപ്പർ, അയൺ ഓർ, ക്രോമിയം, യുറാനിയം, കൊബാൾട്ട് ആൻഡ് ബോക്സൈറ്റ്. സ്വർണത്തിന് പുറമെ മറ്റു മിനറൽ, സൗത്ത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന മറ്റു മിനറൽസ് കോപ്പർ, അയൺ, അതുപോലെ തന്നെ ക്രോമിയം, യുറാനിയം, കൊബാൾട്ട്, ബോക്സൈറ്റ് തുടങ്ങിയ വസ്തുക്കളും എവിടെ, സൗത്ത് ആഫ്രിക്കയിൽ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെട്ടിട്ടുണ്ട്. ഓയിൽ ഈസ് ഫൗണ്ട് ഇൻ നൈജീരിയ, ലിബിയ ആൻഡ് അൻഗോള. പെട്രോളിയം ഓയിൽ കാണപ്പെട്ടിട്ടുള്ളത് നൈജീരിയയിലും ലിബിയയിലും അൻഗോളയിലുമാണ് ധാരാളമായിട്ടുള്ളത്. അടുത്തതായി ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ബോക്സൈറ്റ് ഇൻ ദി വേൾഡ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ്, സ്റ്റീലിന് വേണ്ടിയുള്ള ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഓസ്ട്രേലിയയാണ്. ഇറ്റ്സ് എ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ഗോൾഡ്, ഡയമണ്ട്, അയൺ ഓർ, ടിൻ ആൻഡ് നിക്കൽ. മാത്രമല്ല ഗോൾഡ്, ഡയമണ്ട്, അയൺ, ടിൻ അതുപോലെ തന്നെ നിക്കൽ എന്നിലും
ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഓസ്ട്രേലിയ മുമ്പിലാണ്. ഇറ്റ് ഈസ് ആൾസോ റിച്ച് ഇൻ കോപ്പർ, ലെഡ്, സിങ്ക് ആൻഡ് മാഗ്നീസ്. ഇവിടെ ധാരാളമായിട്ട് കോപ്പർ, ലെഡ്, സിങ്ക്, മാഗ്നീഷ്യം ഒക്കെ കാണപ്പെടുന്നുണ്ട്. കാൽഗറി ആൻഡ് കൂൾഗാരൈറ്റ് ഏരിയാസ് ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ ഹാവ് ദ ലാർജസ്റ്റ് ഡെപ്പോസിറ്റ് ഓഫ് ഗോൾഡ്. ഓസ്ട്രേലിയ പ്രദേശങ്ങളായ കാൽഗറി ആൻഡ് കൂൾഗാർഡി ഈ സ്ഥലങ്ങളിൽ ധാരാളമായിട്ട് സ്വർണവും എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. അവസാനമായി അന്റാർട്ടിക്ക. ദ ജിയോളജി ഓഫ് അന്റാർട്ടിക്ക ഈസ് സഫീഷ്യൻ്റ്ലി വെൽ നോൺ ടു പ്രിഡിക്റ്റ് ദി എക്സിസ്റ്റൻസ് ഓഫ് എ വെറൈറ്റി ഓഫ് മിനറൽ ഡെപ്പോസിറ്റ്സ്. വ്യത്യസ്തമായ വളരെ വെറൈറ്റി ആയിട്ടുള്ള മിനറൽ നിക്ഷേപങ്ങൾ അന്റാർട്ടിക്കയിൽ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. സൂം പ്രോബബ്ലി ലാർജ്, മാത്രമല്ല അത് വളരെ അധികവുമായിരിക്കും. സിഗ്നിഫിക്കൻറ്റ് സൈസ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് കോൾ ഇൻ ദി ട്രാൻസാന്റാർട്ടിക് മൗണ്ടെയ്ൻസ് ആൻഡ് അയൺ നിയർ ദി പ്രിൻസ് ചാൾസ് മൗണ്ടെയ്ൻ ഓഫ് ഈസ്റ്റ് അന്റാർട്ടിക്ക ഈസ് ഫോർകാസ്റ്റ്. വലിയ തോതിലുള്ള കോൾ നിക്ഷേപം അത് ട്രാൻസാന്റാർട്ടിക് മൗണ്ടെയ്നിലും അതുപോലെ തന്നെ പ്രിൻസ് ചാൾസ് മൗണ്ടെയ്ൻ, ഈസ്റ്റ് അന്റാർട്ടിക്കയിലുള്ള പ്രിൻസ് ചാൾസ് മൗണ്ടെയ്ൻ്റെ ഭാഗത്ത് അടുത്തായിട്ട് വളരെ വലിയ തോതിലുള്ള ഇരുമ്പ് നിക്ഷേപവും അന്റാർട്ടിക്കയിലുള്ളതായി പറയപ്പെടുന്നു. അയേൺ ഓർ ഗോൾഡ്, സിൽവർ ആൻഡ് ഓയിൽ ആർ ആൾസോ പ്രസൻറ്റ് ഇൻ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റീസ്. ഇരുമ്പയിര്, സ്വർണം, സിൽവർ, അതുപോലെ തന്നെ ഓയിൽ, ഇത്തരത്തിലുള്ള മിനറൽസുകളുടെ സാന്നിധ്യം, വളരെയധികമായിട്ടുള്ള സാന്നിധ്യവും അന്റാർട്ടിക്കയിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിനറൽസിനെ കുറിച്ചും അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളെക്കുറിച്ചും അതിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ബൈ.